നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. സുദൃഢം ഭാരതം അമേരിക്ക ബന്ധം. പ്രധാനമന്ത്രി അടുത്ത മാസം അമേരിക്കയിലേക്ക്. നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച US പ്രസിഡന്റ്. നല്ല ബന്ധമെന്ന് ഡൊണാൾഡ് ട്രംപ്. NIA സംഘം അമേരിക്കയിലേക്ക്. തഹാവൂർ ഹുസൈൻ റാണയെ ഭാരതത്തിലെത്തിക്കും. അറസ്റ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസ് വീഴ്ച. പാലക്കാട് SP-യോട് റിപ്പോർട്ട് തേടി ADGP. ചെന്താമര പാലക്കാട് തന്നെ ഉണ്ടെന്ന് സൂചന. വനത്തിനുള്ളിലും തിരച്ചിൽ. ലൈംഗിക അതിക്രമ കേസുകളിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തരുത്. പരാതിക്കാർ അനുമതി നൽകിയാലും അത് പാടില്ലെന്നും ഹൈക്കോടതി. ചരിത്രപ്പറക്കലിന് ISRO. 100ാം വിക്ഷേപണം നാളെ. ഗതിനിർണയ ഉപഗ്രഹം NVS-2 നാളെ ഭ്രമണപഥത്തിലെത്തിക്കും. ചരിത്രം കുറിക്കാൻ GSLV F-15 റോക്കറ്റ്. രണ്ടാം അമൃതസ്നാനത്തിനൊരുങ്ങി പ്രയാഗ്രാജ്. പുണ്യസ്നാനം മൗനി അമാവാസി ദിനമായ നാളെ. മഹാകുംഭമേളയെ അധിക്ഷേപിച്ച ഖാർഗെക്കെതിരെ പ്രതിഷേധം ശക്തം. കടുവ പോയപ്പോൾ പുള്ളിപ്പുലി. വയനാട് കുറുക്കൻമൂലയിൽ വളർത്തുനായയെ പിടികൂടി. പത്തനാപുരത്തും ഇടുക്കിയിലും വളർത്തുമൃഗങ്ങളെ കൊന്നത് പുലി തന്നെ. കണ്ണൂർ കീഴ്പള്ളിയിൽ കടുവയെ കണ്ടെന്ന് നാട്ടുകാർ. ഇംഗ്ലണ്ടിനെതിരായ 2020 പരമ്പര സ്വന്തമാക്കാൻ ടീം ഇന്ത്യ. 3ാം മത്സരം വൈകിട്ട് 7-ന് രാജ്കോട്ടിൽ. ഫോമിൽ തിരിച്ചെത്താൻ സഞ്ജു സാംസൺ. നോക്കാം വാർത്തകൾ വിശദമായി. അമേരിക്കയിൽ കഴിയുന്ന മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിക്കും. ഇതിനായി ദേശീയ അന്വേഷണ ഏജൻസിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ അമേരിക്കയിലേക്ക് ഉടൻ പുറപ്പെടും. അമേരിക്കൻ സുപ്രീം കോടതി റാണയുടെ ഹർജി തള്ളിയതോടെയാണ് റാണയെ ഭാരതത്തിലെത്തിക്കാനുള്ള തടസ്സങ്ങൾ നീങ്ങിയത്. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ 166 പേരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം മുഖ്യ സൂത്രധാരനായ ലഷ്കർ ഇ തോയ്ബ നേതാവ് തഹാവൂർ റാണ അമേരിക്കയിലേക്ക് കടന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റതു മുതൽ തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു. എന്നാൽ തന്നെ ഭാരതത്തിന് വിട്ടു നൽകരുതെന്നാവശ്യപ്പെട്ട് അമേരിക്കയിലെ വിവിധ കോടതികളിൽ റാണയെ ഹർജി ഫയൽ ചെയ്തു. ഇക്കഴിഞ്ഞ 21-ന് അമേരിക്കൻ സുപ്രീം കോടതി ഹർജി നിരാകരിച്ചതോടെയാണ് റാണയെ ഭാരതത്തിലെത്തിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഈ മാസം 30-ന് തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ അമേരിക്കയിലെത്തി റാണയെ കസ്റ്റഡിയിലെടുക്കും. IG, DIG റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥർക്ക് പുറമെ 2 ജൂനിയർ ഉദ്യോഗസ്ഥരുമാകും അമേരിക്കയിലേക്ക് പുറപ്പെടുക. റാണയെ ഭാരതത്തിലെത്തിച്ചാൽ ഡൽഹിയിലെ തീഹാർ ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം. ഇതിനു മുന്നോടിയായി തീഹാർ ജയിലിൽ സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചു. മുഴുവൻ സമയം CCTV പ്രവർത്തിക്കുന്ന അതീവ സുരക്ഷാ സെല്ലിലാണ് റാണയെ പാർപ്പിക്കുക. ശൗചാലയം കൂടി ഉൾപ്പെട്ട സെല്ലിലേക്കാണ് റാണയെ മാറ്റുന്നത്. തീഹാർ ജയിലിന് സുരക്ഷ വർദ്ധിപ്പിക്കുവാനും തീരുമാനമായി. കഴിഞ്ഞ 6 മാസമായി ഡൽഹിയിലെ അമേരിക്കൻ എംബസിയുമായി ചേർന്ന് തഹാവൂർ റാണയെ ഭാരതത്തിലെത്തിക്കാൻ ചർച്ചകൾ നടക്കുകയാണ്. അമേരിക്കൻ സർക്കാർ കൂടി റാണയുടെ ഹർജിക്കെതിരെ നിലപാട് സ്വീകരിച്ചതോടെയാണ് പതിറ്റാണ്ടുകളായുള്ള ഭാരതത്തിന്റെ ആവശ്യം നിറവേറുന്നത്. ജനം, ഡൽഹി. നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ച അന്വേഷിക്കാൻ ഉത്തരവിട്ട് ADGP മനോജ് എബ്രഹാം. ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാലക്കാട് SP-ക്ക് നിർദ്ദേശം നൽകി. കോടതിയുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ച പ്രതിക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന് നാട്ടുകാരും മരിച്ച സുധാകരന്റെ കുടുംബവും ആരോപിച്ചിരുന്നു. നെന്മാറ കൂട്ടക്കൊലപാതകത്തിൽ മരിച്ച സുധാകരന്റെയും മാതാവ് ലക്ഷ്മിയുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. മരിച്ച സുധാകരന്റെ മകൾക്ക് സർക്കാർ ജോലി നൽകണമെന്നും അല്ലാത്തപക്ഷം മൃതദേഹങ്ങൾ സംസ്കരിക്കില്ലെന്നും നാട്ടുകാർ. നെന്മാറ പോത്തുണ്ടിയിൽ പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെയും പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും മരിച്ച സുധാകരന്റെയും ലക്ഷ്മിയുടെയും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി. മൃതദേഹം
അല്പസമയത്തിനകം തന്നെ ഏകദേശം വൈകിട്ടോടുകൂടെ തന്നെ ഈ മൃതദേഹങ്ങൾ വസതിയിലേക്ക് എത്തും എന്നുള്ളതാണ്. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വീട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ വലിയ ആശങ്ക തന്നെയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഇത്രയും നേരം ഈ പോലീസിന്റെ നേതൃത്വത്തിൽ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് അവിടുത്തെ ഒരു പ്രദേശത്തെ മല കേന്ദ്രീകരിച്ച് പിന്നെ അടഞ്ഞു കിടക്കുന്ന ചില വീടുകളും മറ്റും കേന്ദ്രീകരിച്ചൊക്കെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ പരിശോധനകളിൽ ഒന്നും തന്നെ പോലീസിന് യാതൊരു തെളിവും കിട്ടിയിട്ടില്ല, പ്രതിയെക്കുറിച്ചൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടുത്തെ വീട്ടമ്മമാർ ചേരുന്നുണ്ട്. എന്താണ് ഈ പോലീസ് ഇപ്പോൾ തെരച്ചിലൊക്കെ നടത്തിയെങ്കിലും പ്രതിയെ കിട്ടിയിട്ടില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പിള്ളേരൊക്കെ ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പോലീസിന്റെ മുമ്പിലല്ല, ഈ കുട്ടികൾ അവരെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും അവനെ കൊന്നിരിക്കും. അതിനുള്ള തീരുമാനമാണ് ഇവിടെയുള്ള ജനങ്ങൾ. അപ്പോൾ പോലീസിന് കൈ കിട്ടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുള്ള തീരുമാനം ആ കുട്ടിക്ക് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു സംഭവം ചെയ്തു കൊടുത്താൽ മാത്രമേ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം സാമ്പത്തികം ഇല്ലാത്ത കുടുംബത്തിലുള്ള കുട്ടികളാണ്. ഇനി വയസ്സായ ആ കുട്ടിയുടെ അമ്മമ്മയും അച്ചാച്ചനും മാത്രമേ കുനിശ്ശേരിയിലുള്ളൂ. ഇവിടെയുള്ള അച്ഛമ്മയും പോയി, അച്ഛനും പോയി, അമ്മയും പോയി. ഒന്നും ജനങ്ങൾക്കൊന്നും ആലോചിക്കാനല്ലേ ഉള്ളൂ ഇങ്ങനെ. അപ്പോൾ ആ കുട്ടിക്ക് ഒരു തീരുമാനം എന്തെങ്കിലും ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ജീവിതകാലം ജീവിക്കാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു ജോലിയോ എന്തെങ്കിലും കൊടുത്തേ സമ്മതിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ബോഡി ഞങ്ങൾ ഇവിടുന്ന് സംസ്കരിച്ചിട്ട് കൊണ്ടുപോകണം. നമ്മൾ ബോഡിനെ നമുക്കിവിടെ എടുത്തു വെക്കാൻ പറ്റില്ല. പക്ഷെ ആ കൊച്ചിനുള്ളൊരു തീരുമാനം ഗവൺമെന്റ് ബോഡി എടുക്കാൻ അത് ആ കുട്ടിക്കുള്ളൊരു എന്തെങ്കിലും ഒരു തീരുമാനം ആക്കിക്കോട്ടെ. എല്ലാവരും വരുമല്ലോ ഇപ്പോൾ. ഉറപ്പായിട്ടും ഞങ്ങൾ വിട്ടൊന്നും കൊടുക്കില്ല. എന്നാലും ഇതേപോലെ പറഞ്ഞു കലക്ടർ വന്നിട്ട് ആ മരിപ്പ് എടുക്കാൻ സമ്മതിക്കുള്ളൂ പറഞ്ഞു. പിന്നെ സ്മെല്ലടിക്കാൻ തുടങ്ങിയപ്പോൾ ഇനി നമ്മളെ പറഞ്ഞിട്ടാണ് പറഞ്ഞു വിട്ടത്. കലക്ടർ വരട്ടെ പറഞ്ഞിട്ട് തന്നെ എടുക്കാൻ സമ്മതിക്കാണ്ട് 4:30 വരെ ഇരുത്തിയത് മരിപ്പിനെ. പിന്നെ വെയിൽ കൊണ്ട് ആകെ സ്മെല്ലടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വേണ്ട പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഇപ്പോൾ നമുക്ക് അതിനെ എടുപ്പിക്കുക പറഞ്ഞ് എടുപ്പിച്ചിരിക്കുന്നത്. ഇന്ന് അതുപോലെ ഇനി ഞങ്ങൾ സമരം ചെയ്യും. ആ കുട്ടിക്ക് എന്തെങ്കിലും കൊടുത്തിരിക്കണം. കുഞ്ഞു കുട്ടിയാണ്, ചേച്ചിനെ കെട്ടിച്ചു കൊടുത്തു. ഞാനുണ്ട്. നിങ്ങൾക്കെല്ലാം നാട്ടുകാർക്കൊക്കെ നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു ഇയാൾ ഇത്തരത്തിൽ പലതരത്തിൽ സ്ത്രീകളെയൊക്കെ ഇവിടെ ഭീഷണിപ്പെടുത്തുന്നത്? നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഭീഷണി പിന്നെ ഇവൻ ചെയ്തതിന് അതിന് മുമ്പ് അവനൊരു ചെറിയൊരു ഇതിങ്ങനെ നോട്ടം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ നേരത്തെ സജിതിനെ സംശയം പറഞ്ഞാൽ അവന് ഈ മന്ത്രവാദിയുടെയൊക്കെ ഒരു ചെറിയൊരു അഡിക്റ്റായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചെന്താമര പറയുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ മന്ത്രവാദിയത്തിൽ കൂടെ അറിഞ്ഞതിന് ശേഷം മുടി നിറയുള്ള ഒരു കുട്ടീനെ കൊല്ലണം പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിവിൽ ഈ കുട്ടിയല്ലേ മുടിയിൽ തൊട്ട് ഫ്രണ്ടിലുള്ള വീടും അല്ലേ, ആ ഒരു ഉന്നം വെച്ചതിന് ശേഷമാണ് ആ കുട്ടീനെ. അല്ലാണ്ട് വേറെ ഒരു വൈരാഗ്യമോ മറ്റുള്ളതൊന്നും അതിനുള്ള. പക്ഷെ അവളെ കാണുമ്പോൾ എന്തോ ഒരു ഇത്. കാരണം അവൻ്റെ ഫാമിലി ഇവിടെ ഇല്ല. ഭാര്യയും കുട്ടിയും പോയിട്ട് ഇപ്പോൾ ഒരു 6 വർഷമായി കാണും. അപ്പോൾ ഇവള് ഫോൺ ചെയ്യണമെങ്കിൽ ഒരു സംശയമാണ്. ഇനി അവളെ എങ്ങാനും വിളിച്ചു പറയുമോ പറഞ്ഞിട്ടുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ പേരിലാണ് അവൻ അവളെ കൊന്നത്. ആദ്യം തന്നെ അവളെ കൊന്നത്. ഇവന്റെ ഇത് തന്നെയല്ലേ, അവനെ പേടിച്ചിട്ട് പോയതാണ്. അവന് ഇതൊരു സ്വഭാവം. കാരണം അവനൊരു ക്രൂര എന്താ പറയുക ക്രിമിനൽ മൈൻഡാണ് അവൻ്റെ മൈൻഡ്. അവളിനെ ഇതുപോലെ ഉപദ്രവിക്കാൻ വന്നിട്ട് അങ്ങനെ ഓടി എൻ്റെ അംഗൻവാടിയിലേക്ക് ഓടിക്കൊണ്ടുവരും. അവൾ അവിടെ വന്നിരിക്കും. അങ്ങനെ ഒരു ഇതാണ്. അപ്പോഴേ അവളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ പാർട്ടിയായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം, എങ്ങനെ പരാതി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും എന്താണെന്നുള്ളത് അതിനെപ്പറ്റി അറിഞ്ഞില്ല. പക്ഷെ ഇങ്ങനെ കൊല്ലുന്നുള്ളത് ഞങ്ങൾക്ക് ഈ എന്താ പറയുക മറ്റുള്ള വേറെ ഒരു ഭാര്യനെ കൊല്ലുന്നുള്ളത് നമുക്കില്ലല്ലോ. പെട്ടെന്ന് ഇതുപോലെ ഒരു ഓണത്തിനായിരുന്നു 2019 ഇതുപോലെ നടന്നത്. ഇതുപോലെ ഒറ്റയ്ക്ക് ആരുമില്ലാത്ത സമയത്ത് ഇതേ സമയത്തല്ലേ 9-10 മണിക്ക് ഇതേ സമയത്താണ് ആ കുട്ടീനെ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഈ ബോഡി എടുക്കാൻ കുട്ടിക്കൊരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായം വേണം. തീരുമാനം എന്തെങ്കിലും ഒരു നമ്മൾ ബോഡി കൊണ്ടുപോകണ്ടെന്നുള്ളതെന്ന് നമുക്ക് പറയാനുള്ളത്. കാരണം അത് ഇന്നലെ ഇതുപോലെ നേരത്തെ 10 മണിക്ക് സംഭവിച്ചതാണ്. എടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷെ ആ കൊച്ചിനൊരു തീരുമാനം എന്തെങ്കിലും ഗവൺമെന്റ് എടുത്തേ പറ്റുള്ളൂ. കാരണം പെൺകുട്ടികളാണ്, നമ്മൾ എവിടെ പോയി ജീവിക്കുന്നത്. ഇന്ന് കാലത്ത് പെൺകുട്ടികളെ വെളിയിൽ വിട്ട് നടക്കാൻ പറ്റില്ല. പിന്നെ അനാഥ വന്നിട്ട് കൊണ്ടുവിടാൻ പറ്റുമോ? അപ്പോൾ അതിനൊരു കാരണം കുട്ടികൾക്ക് വലിയമ്മമാരുണ്ടെങ്കിൽ അവർക്കൊരു പരിധിയുണ്ട് അവർ കുട്ടികളെ നോക്കാൻ. പിന്നെ വയസ്സായ അച്ഛനോ മുത്തശ്ശിയാണുള്ളത്. അപ്പോൾ ആ കൊച്ചിന് ജീവിക്കാനുള്ള ഒരു എന്തെങ്കിലും തീരുമാനം വേണം.
അതുതന്നെയാണ് ഏതായാലും ആ പെൺകുട്ടികൾക്ക് അവർക്ക് ജീവിക്കാനുള്ള ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പറയുന്നത്. കാരണം പോലീസിൻ്റെ വീഴ്ച തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അല്ലെങ്കിൽ വീണ്ടും ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം രണ്ടുപേരെ കൂടി കൊല്ലുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇതിൽ സർക്കാർ ഇടപെട്ട് കൃത്യമായിട്ട് തന്നെ ഒരു ധനസഹായമോ അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലിയോ മറ്റൊക്കെ ഉറപ്പാക്കണം. ആ ഉറപ്പാക്കുന്നതുവരെ ഏതായാലും ബോഡി ഇവിടുന്ന് സംസ്കാരത്തിന് കൊണ്ടുപോകില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. ലൈംഗിക അതിക്രമ കേസുകളിലെ ഇരകളുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി. പരാതിക്കാർ അനുമതി നൽകിയാലും പേര് വെളിപ്പെടുത്തുന്നത് അനുചിതം. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണി ഉണ്ടെന്നത് ആശങ്ക മാത്രമെന്ന് സുപ്രീം കോടതി. 135 വർഷത്തെ മഴക്കാലം അണക്കെട്ട് അതിജീവിച്ചുവെന്നും ജസ്റ്റിസ് ഋഷികേശ് റോയ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. വർഷങ്ങളായി ഡാം പൊട്ടുമെന്ന് ജനങ്ങൾക്ക് ഭീതിയുണ്ട്. താനും ഈ ആശങ്കയിൽ കേരളത്തിൽ 1.5 വർഷത്തോളം ജീവിച്ചു. എന്നാൽ ഡാമിന്റെ ആയുസ് പറഞ്ഞതിനേക്കാൾ 2 ഇരട്ടി കഴിഞ്ഞല്ലോ എന്നും ജസ്റ്റിസ് ഋഷികേശ് റോയ് പറഞ്ഞു. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം സ്വദേശി ജോ ജോസഫ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ വാക്കാൽ പരാമർശം. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾക്കൊപ്പം 3-അംഗ ബെഞ്ച് ഹർജി പിന്നീട് പരിഗണിക്കും. അണക്കെട്ടിന്റെ സുരക്ഷ തൃപ്തികരമെന്ന് കേന്ദ്ര ജല കമ്മീഷനും സുപ്രീം കോടതി രൂപീകരിച്ച മേൽനോട്ട സമിതിയും സുപ്രീം കോടതിയിൽ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. നെന്മാറയിൽ കൊല്ലപ്പെട്ട സുധാകരന്റെ വീട്ടിൽ നിന്നും ജി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുന്നു. സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്നതിനുള്ള എല്ലാ അവസരവും ഒരുക്കി കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന പാർട്ടി, ആ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും നിയന്ത്രിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള നടപടി ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇതിന് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികളെടുക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാവണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് അയാളോട് കഴിഞ്ഞിരുന്നത്. ഈ പ്രദേശത്ത് ഈ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ള കണ്ടീഷൻ ബെയിലാണ് അത് ജാമ്യവ്യവസ്ഥയോട് കൂടിയിട്ടാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. അത് അത്തരം ജാമ്യവ്യവസ്ഥ ലംഘിച്ച് കണ്ടാൽ കോടതിയെ അറിയിക്കുകയും ആ പ്രതിയുടെ ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള നടപടികളും സ്വീകരിക്കേണ്ട പോലീസ് പ്രതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പ്രതിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ കാരണം ഇവിടുത്തെ CPM-ന്റെ പ്രാദേശിക നേതാക്കളുടെ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് പോലീസ് ഇതിനുള്ള അവസരമൊരുക്കി കൊടുത്തത്. അതൊരു കുടുംബനാഥനെയും അതുപോലെ തന്നെ ആ കുടുംബത്തിലെ 2 അംഗങ്ങളെയും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക്, 2 പെൺകുട്ടികളെ അനാഥമാക്കുന്ന രീതിയിലേക്കുള്ള ദാരുണമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് മാറി. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിക്ക് ശ്രീ പിണറായി വിജയന് ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക. കാരണം ആഭ്യന്തര വകുപ്പ് കേരളം മുഴുവൻ പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ള കേരളത്തിലെ ഓരോ ജില്ലകളിലും നടക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും 2 പെൺകുട്ടികളാണ്, അവർ അനാഥമായി പ്പെട്ടിരിക്കുകയാണ്. അവർക്ക് അർഹമായിട്ടുള്ള അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാവാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിനുണ്ട്. അവർ വലിയ ഭീതിയിലാണ്. കാരണം ഈ പ്രതി ഇനി ഏത് നിമിഷവും പുറത്തു വരാം, അവരുടെ അടക്കം ജീവൻ നഷ്ടപ്പെടാമെന്നുള്ള ഭീതിയിലാണ് അവർക്ക് ഭയാശങ്ക കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. മരിച്ച സുധാകരന്റെ വീട്ടിൽ നിന്നാണ് സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ടത്. ആ കുട്ടികൾക്ക് നീതി വാങ്ങി നൽകണം, അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ, പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കും. അമേരിക്കൻ പ്രസിഡന്റാണ് സന്ദർശന വിവരം അറിയിച്ചത്. ഡൊണാൾഡ് ട്രംപ് മോദിയുമായി ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു. ഇന്ത്യയുമായി നല്ല ബന്ധമെന്നും ട്രംപ്. ഇക്കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അധികാരത്തിലെത്തിയതിനു ശേഷം നടന്ന ആദ്യ ചർച്ചയായിരുന്നു ഇരു നേതാക്കൾക്കുമിടയിൽ നടന്നത്.
തുടർന്നാണ് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചേക്കുമെന്ന് ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഫ്ലോറിഡയിൽ നിന്നുള്ള മടക്കയാത്രയിൽ വിമാനത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നിർണായകമാണ്. ഭാരതീയരായ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിലുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇക്കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. മാത്രമല്ല, മികച്ച നയതന്ത്ര ബന്ധമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ തുടരുന്നതും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈയെടുക്കുമെന്ന് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു. നേരത്തെ തന്നെ യുക്രൈൻ യുദ്ധ പരിഹാരത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രമിക്കുന്നുണ്ട്. ഇരു നേതാക്കളും ചേർന്നുള്ള സമാധാന ശ്രമം യുക്രൈനിൽ യാഥാർത്ഥ്യമായാൽ മാനവികതയുടെ പക്ഷത്തുള്ള പുതിയൊരു ലോകക്രമമായിരിക്കും പടുത്തുയർത്തപ്പെടുക. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബെഞ്ചമിൻ നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച അടുത്തയാഴ്ചയെന്ന് സൂചന. ഞായറാഴ്ച നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടും. ഗാസയിലെ ഒരു വിഭാഗം ജനങ്ങളെ ഈജിപ്തിലേക്കും ജോർദനിലേക്കും മാറ്റണമെന്ന ട്രംപിന്റെ നിർദ്ദേശം സ്വാഗതം ചെയ്ത് ഇസ്രായേൽ വലതുപക്ഷ നേതാക്കൾ. നെതന്യാഹു ഭരണകൂടത്തിലെ മുൻ ധനമന്ത്രി ബെൻസലേൽ സ്മോട്രിച്ച്, മുൻ ആഭ്യന്തര സുരക്ഷാ മന്ത്രി ബെൻ ഗവിർ എന്നിവരാണ് നിർദ്ദേശത്തെ പിന്തുണച്ചത്. ഗാസയിലെ ജനങ്ങളിൽ ഒരു വിഭാഗത്തെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരുന്നു. നിർദ്ദേശം പ്രായോഗികമെന്ന നിലപാടിലാണ് രണ്ടു നേതാക്കളും. ട്രംപ് ഇക്കാര്യത്തിന് മുൻകൈയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബെൻ ഗവിർ പറഞ്ഞു. താൽക്കാലികമായോ സ്ഥിരമായോ ഗാസയിലെ ജനങ്ങളെ മാറ്റുന്നത് പ്രയോജനം ചെയ്യും. ഈ നിലപാടാണ് ഇരു നേതാക്കളും പ്രകടിപ്പിക്കുന്നത്. സാധാരണക്കാരെ ഹമാസ് മനുഷ്യകവചമായി പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം. അതേസമയം ബുധനാഴ്ച ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. ഞായറാഴ്ച ബെഞ്ചമിൻ അമേരിക്കയിലേക്ക് തിരിക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ഇസ്രയേലിനുള്ള സൈനിക സഹായം ഉറപ്പാക്കുമെന്ന് ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നു. വിദേശ സഹായം ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾക്ക് നിഷേധിച്ചപ്പോഴും ഇസ്രായേലിനെ ആ പട്ടികയിൽ നിന്നും പുതിയ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് ഒഴിവാക്കിയിരുന്നു. ഹമസ് ഇസ്രായേൽ വെടിനിർത്തൽ സാധ്യമായതും ട്രംപിന്റെ അന്ത്യശാസനം പുറത്തു വന്നതോടെയാണ്. കൃത്യമായും ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന നിലപാട് വ്യക്തമാക്കിയ ട്രംപുമായുള്ള നെതന്യാഹുവിന്റെ കൂടിക്കാഴ്ച ഏറെ നിർണായകവുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കുടിയേറ്റക്കാർക്കെതിരെയുള്ള ശക്തമായ നടപടികളുമായി അമേരിക്ക. 1000-ഓളം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാത്ത രാജ്യങ്ങൾക്കെതിരെ കർശന നടപടിയെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കയിൽ 1000-ഓളം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച മുതൽ കർശന നടപടികളാണ് അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടക്കുന്നത്. ട്രംപ് അധികാരമേറ്റതിന് തൊട്ടടുത്ത ദിവസം മുതൽ അനധികൃത കുടിയേറ്റക്കാർക്കായുള്ള റെയ്ഡ് തുടരുകയാണ്. അമേരിക്കയിൽ നിന്നും തിരിച്ചയക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഏറ്റെടുക്കാത്ത രാജ്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞു. തിരിച്ചയച്ച അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ കൊളംബിയ വിസമ്മതിച്ചിരുന്നു. അധിക നികുതി ചുമത്തുമെന്നുൾപ്പെടെയുള്ള സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് കൊളംബിയ തങ്ങളുടെ പൗരന്മാരെ ഏറ്റെടുക്കാൻ തയ്യാറായത്. കൊളംബിയയിലേക്ക് മടക്കി അയച്ചവർ കൊലപാതകികളും മയക്കുമരുന്ന് വ്യാപാരികളാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രാൻസ്ജെൻഡറുകളും സൈനികരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും 3 എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഉടൻ ട്രംപ് പുറപ്പെടുവിച്ചേക്കുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വയനാട് സന്ദർശനത്തിലായി പ്രിയങ്ക. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് പ്രിയങ്ക എത്തിയിരിക്കുന്നു. കടുവാ ഭീതിയിൽ കഴിഞ്ഞ വയനാട് കുറച്ച് ദിവസങ്ങളായി ആശങ്കയുടെ മുൾമുനയിലായിരുന്നു പഞ്ചാരക്കൊല്ലി. അവിടെ ഒടുവിൽ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തതിനു ശേഷമാണ് പഞ്ചാരക്കൊല്ലി സാധാരണ നിലയിലേക്ക് വന്നത്. ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം പ്രിയങ്ക കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിക്കാനായി എത്തിയിരിക്കുകയാണ് വയനാട് MP. അർജുൻ PS ചെയ്യുന്ന വിവരങ്ങളുമായി. അർജുൻ, ഈ കടുവാഭീതിയിൽ കഴിഞ്ഞ ദിവസങ്ങൾ, അതിനുശേഷം ഇപ്പോൾ കടുവ ചത്തതിനും ശേഷം വയനാട് MP രാധയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. തുടർന്ന് വേണ്ട പരിപാടികൾ എന്താണ്?
തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ പ്രിയങ്ക വരുന്ന സമയത്ത് തന്നെ ഒരു കരിങ്കടി പ്രതിഷേധമൊക്കെ വിവിധ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കരിങ്കടി പ്രതിഷേധത്തിന് ശേഷമാണ് പ്രിയങ്ക ഈ വീട്ടിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞു, കടുവ ആക്രമണം ഉണ്ടായി, ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു. മരിച്ച സ്ത്രീയെ കാണുവാൻ എത്തുന്നത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ്, 3-4 ദിവസം കഴിഞ്ഞിട്ടാണ്, 4 അല്ല 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിൽ വീട്ടിൽ എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഇവരുടെ പ്രതികരണം എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. വീട്ടുകാരുടെ ഒപ്പം ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി പ്രിയങ്ക റൂമിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇതിലെ തന്നെയും ഈ വീട്ടുകാരുമായി അവിടെ ചർച്ച നടക്കുന്നുണ്ട്, അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കരിങ്കൊടി അടക്കം ഉയർത്തിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ കരിങ്കൊടി ഉയർത്തി പ്രിയങ്കയ്ക്കെതിരെ ഒരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ രാഹുൽ ഇവിടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ, MP ആയിരുന്നപ്പോൾ അടക്കം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ഉയർന്നിരുന്നു. സ്വാഭാവികമായും വയനാട്ടിലേക്ക് എത്തുന്നില്ല, വയനാട്ടിലേക്ക് ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എത്തുന്നില്ല എന്നുള്ള ഒരു വിമർശനം നേരത്തെ തന്നെ വയനാട്ടുകാർക്കുണ്ടായിരുന്നു. വീണ്ടും അർജുൻ, ഏതായാലും വൈകിയെങ്കിലും അവരെത്തി. പക്ഷെ ഇനിയിപ്പോൾ വേണ്ടത് ശാശ്വതമായ പരിഹാരം വയനാട്ടുകാർ എപ്പോഴും ആവശ്യപ്പെടുന്നതാണ്. അതിനായി എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമോ? അത്തരത്തിൽ തന്നെയാണ് ഒരു ശാശ്വത പരിഹാരമാണ് വയനാട്ടുകാർക്ക് വേണ്ടത്. അല്ലാതെ ഒരു കടുവ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റു ജീവികൾ, ഒരു വന്യജീവികൾ ഇറങ്ങുമ്പോഴോ ഉള്ള ആ ഒരു പ്രതിരോധമല്ല വേണ്ടത്. അതിനു മുൻപേ തന്നെ ഈ വന്യജീവികളൊന്നും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, ജനവാസ മേഖലകളിൽ ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പക്ഷേ അതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു സംസാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഈ കുടുംബത്തിന് ഒരു അനുശോചനം നൽകിയതല്ലാതെ മറ്റു തരത്തിലുള്ള നടപടികൾ എന്താണെന്നുള്ളത് അടക്കം ഇതുവരെയും MP പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായി തന്നെ ഏത് രീതിയിലാണ് ഈ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണേണ്ടതെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിരന്തരം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. അത്തരത്തിൽ കോൺഗ്രസിന്റെ MP തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ വയനാട് എന്ന് പറയുന്നത്. എന്നിട്ടും ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പോലും ഒരു പ്രതികരണം നടത്താൻ പോലും ഇവർക്ക് കഴിയുന്നില്ല. ഏത് തരത്തിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ, ശരി അർജുൻ. ഇന്നൊരു പൊതുയോഗത്തിലും പങ്കെടുത്ത ശേഷം പ്രിയങ്ക തിരികെ ഡൽഹിക്ക് പോകും. കണ്ണൂർ പിണറായി പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാർക്ക് CPM നേതാക്കളുടെ ഭീഷണി. പാതയോരത്തെ കൊടിതോരണങ്ങൾ നീക്കിയതിനാണ് ഭീഷണി. CPM പ്രവർത്തകരായ നന്ദനനും നിഖിൽ കുമാറുമാണ് പരസ്യ ഭീഷണി മുഴക്കിയത്. സംഭവത്തിൽ വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ച് ജീവനക്കാർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. കണ്ണൂർ പിണറായിയിലെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ജീവനക്കാർക്ക് കൊടിതോരണങ്ങൾ മാറ്റിയതിന് CPM നേതാക്കളുടെ ഭീഷണിയാണ് കണ്ടത്. കൂത്താട്ടുകുളം സംഘർഷത്തിലെ വിമത CPM കൗൺസിലർ കലാരാജുവിന്റെ മകനെതിരായ കേസ് വ്യാജമെന്ന് പോലീസ്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് പോലീസിന്റെ നിഗമനം. ബാലു CITU പ്രവർത്തകരെ കമ്പിവടി കൊണ്ട് അടിച്ചു എന്നായിരുന്നു ആരോപണം. തനിക്കെതിരായ പരാതി ബോധപൂർവം കെട്ടിച്ചമച്ചതെന്ന് കൂത്താട്ടുകുളം സംഘർഷത്തിലെ വിമത CPM കൗൺസിലർ കലാരാജുവിന്റെ മകൻ ബാലു. തനിക്കെതിരെ ഉണ്ടായ അക്രമത്തിലാണ് താൻ പരാതി നൽകിയത്. മക്കൾക്കെതിരെ ബോധപൂർവമായ പ്രതികാര നടപടിയാണ് ഉണ്ടാകുന്നതെന്ന് കലാരാജുവും പ്രതികരിച്ചു. കൂത്താട്ടുകുളത്തെ സംഘർഷത്തിനു ശേഷം CPM പ്രതികാര നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ കലാരാജുവിന്റെ മകനെതിരെയാണ് കള്ളക്കേസ് കൊടുത്ത് പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പാർട്ടി. ഇപ്പോൾ അതിലാദ്യ പ്രതികരണം നടത്തി കലാരാജുവിന്റെ മകൻ ബാലു ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. ബാലു, ഇപ്പോൾ സംഘർഷത്തിന് ശേഷം ബാലുവിനെതിരെയാണ് കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇത് കള്ളക്കേസാണ്. അതായത് ഇവർ പറയുന്നത്, ഞാൻ അന്വേഷിച്ച് പറഞ്ഞു വെച്ചാൽ 10:55 18-ാം തീയതി ചേട്ടൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, പുള്ളിയെ ഞാൻ ഒരു വഴിയിലിട്ട് ഇരുമ്പടിക്ക് തല്ലി എന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം 10:55 ഞാനിവിടെ എറണാകുളത്തുണ്ട്, മരയുടെ അടുത്തൊരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 15-ാം തീയതി ഒരു മരിപ്പിന് പോയിട്ട് 18-ാം തീയതി വരെ ഞാൻ ഹോട്ടലിൽ റൂം എടുത്താൽ നിന്നത്.
അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇതറിയുന്നത് തന്നെ 11:30 കഴിയുമ്പോഴാണ് അമ്മയുടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് സൗദിയിലുള്ള എൻ്റെ അനിയൻ വിളിക്കുമ്പോൾ അറിയുന്നത്. അതിൻ്റെ ഞാൻ അവിടെ നിന്ന് 12 മണിക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് അതിനു മുമ്പ് മെയിൽ അയച്ചിരുന്നു. DGPക്കും CMനും ചേച്ചിയുടെ ഫോണിൽ നിന്ന് മെയിൽ അയച്ചിട്ട് ഞാൻ നേരെ കുത്താൽ പോയത്. കുത്താലത്തൊരു 1:30-2 ആ സമയത്ത് എത്തി. പിന്നെ ഫുൾ ടൈം ഞാൻ അവിടെ തന്നെയായിരുന്നു. ഞാൻ പിന്നെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. അതിനുശേഷം ഇവിടെ ആശുപത്രിയിലാണ് അമ്മ. അതിനുശേഷം ഇന്ന് ഇതേ സമയം വരെ ആശുപത്രിയിലാണ്, പുറത്തും പോയിട്ടില്ല. ഈ വധശ്രമവും അതുപോലെ തന്നെ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിക്കുക അങ്ങനെ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ബാലുവിനെതിരെ കേസ് പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് CPM ഇങ്ങനെ ബാലുവിനോടെതിരെ നടത്തുന്നത്? ബാലുവിന്റെ രാഷ്ട്രീയം പോലും നോക്കിയിട്ടാണോ? ഇല്ല, ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഇന്നേരെ പോയിട്ടില്ല. ഞാൻ ഇൻഡിവിജ്വലായിട്ട് പോകുന്നൊരു മനുഷ്യനാണ്. അപ്പം അമ്മ നടക്കും, ഞാൻ അമ്മയോട് പോകണ്ടെന്നും പറയത്തില്ല, പോകണമെന്നും പറയത്തില്ല. അമ്മയുടെ ഇതിലങ്ങ് പൊക്കോളും. ഞാൻ ഇന്നൊരു പരിപാടിക്കും പോയിട്ടില്ല അവരുടെ ആയാലും. ഇപ്പോൾ മകനെതിരെയാണ് കൗൺസിലർ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൗൺസിലർ പ്രവർത്തിച്ച പാർട്ടിക്കെതിരെ ഒന്ന് ശബ്ദമുയർത്തിയതിനാണ് കൗൺസിലറെ ആക്രമിക്കുന്നതിന് ശേഷം മകനെതിരെ കേസ്. എങ്ങനെ തോന്നുന്നുണ്ട്? 18-ാം തീയതി എനിക്ക് നേരെയുള്ള ആക്രമണത്തിന് ആണ് ഞാൻ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ മകനെ അവർ തിരഞ്ഞിട്ട് ആക്രമിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് അറിയാവന് എന്താണ് വിദേശത്താണെന്നോ. അപ്പോൾ അത് തടയാൻ വേണ്ടി അവർ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നേരെ ഉണ്ടായ ഒരു പ്രശ്നത്തിൽ എന്തിനാണ് എൻ്റെ മകനെ ഇതിലേക്ക് വലിച്ചഴിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ അവിടെ ഈ ഏരിയ കമ്മിറ്റി ഓഫീസിൽ എന്നെ കൊണ്ടുപോയി ആ സമയത്ത് കുട്ടികളുടെ നേരെ വധഭീഷണി ഉണ്ടായെന്ന് ഞാൻ കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. കൃത്യമായി കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, പോലീസിനോടും പറഞ്ഞ കാര്യമാണ്. അപ്പം എൻ്റെ മക്കൾക്കും വധഭീഷണി ഉണ്ട് അവരുടെ നേരെയാണ്. അപ്പം അതിനെ മറച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ നടത്തുന്നത്, ഇങ്ങനെ ഒരു ആരോപണം, എൻ്റെ മക്കളുടെ നേരെ ആക്രമണം നടത്തുന്നത്. അപ്പം ഇത് ശരിയല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ കൗൺസിലറും മകനും സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് CPMന്റെ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയും യുവാക്കളുടെ ഭാവിയെ പറ്റിയും എല്ലാം തന്നെ എറണാകുളം ടൗണിൽ പ്രസംഗിച്ചു പോയത്. അതിനു പിന്നാലെ തന്നെ പാർട്ടി ഇത്തരത്തിൽ ബോധപൂർവമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് രാഷ്ട്രീയമാണോ, രാഷ്ട്രീയ പകപോക്കലാണോ എന്നത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം കൂടിയാണ്. കാടിറങ്ങുന്ന ഭീതി. വയനാട്ടിൽ വീണ്ടും കടുവ ആക്രമണം. കുറുക്കൻമൂല കാവേരിപ്പൊയിലിൽ ഇറങ്ങിയ കടുവ വളർത്തുനായയെ പിടികൂടി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കാവേരിപ്പൊയിൽ സ്വദേശി രാജുവിന്റെ വളർത്തുനായയാണ് ആക്രമണത്തിനിരയായത്. വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. എന്നാൽ സ്ഥലത്ത് കണ്ടത് കടുവയാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കണ്ടത് കടുവയെ തന്നെയാണെന്നും താനും ഭാര്യയും നേരിട്ട് കണ്ടതാണെന്നും രാജു പ്രതികരിച്ചു. സ്ഥലത്ത് വന്യജീവികൾ ഇറങ്ങുന്നത് സ്ഥിരം സംഭവമാണെന്നും നാട്ടുകാർ പ്രതികരിച്ചു. കയറിയെന്ന് വെച്ച് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ പട്ടി വന്ന് കടിക്കുന്നതെന്ന് ഓർത്തിട്ട് ടോർച്ച് എടുക്കാണ്ട് വീടിൻ്റെ മുന്നിലേക്ക് ഓടി. അപ്പോൾ എൻ്റെ ചെറിയ മോൻ പറഞ്ഞ അവിടെ അല്ല വെച്ച് കേട്ട വീടിൻ്റെ പുറയുന്നാന്ന് പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾ ടോർച്ച് എടുത്ത് ഇവിടെ വന്ന് അടിച്ച് നോക്കുമ്പോൾ സംഭവം ഇവിടുന്ന് കണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് കടുവ ഇവിടെ നിൽക്കുന്നു, ഓടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ വരുമ്പോൾ ഈ ഇല്ലിൻ്റെ മറവത്ത് കടന്നു പോയി. എനിക്ക് ആ ഭാഗം മാത്രം കുറച്ചേ കാണാൻ പറ്റുള്ളൂ, പിന്നെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ പ്രദേശത്ത് മൊത്തത്തിൽ കടുവാശല്യം രൂക്ഷമായിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് ഈ ചുറ്റുവട്ടത്തെല്ലാം കടുവ നടന്നതായിട്ടും വാട്സപ്പുകളെല്ലാം മെസ്സേജ് വരുന്നുണ്ട്. കണ്ടവരുണ്ട്, കടുവയെ കണ്ടവരുണ്ട്. 100% കർഷകർ മാത്രം തിങ്ങി പാർക്കുന്ന ഒരു ആദിവാസി മേഖലയും കുടിയേറ്റ കർഷകർ മാത്രമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. ആനശല്യം ഞങ്ങൾക്ക് പൊതുവെ കുറവാണ്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശല്യമുള്ളത് മാന്, മയില്, കടുവ, കുരങ്ങ്, ഇവയാണ് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവ കാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് മാൻ നാട്ടിലേക്ക് ഇറങ്ങുവാണ്. മാൻ ഫുള്ള്, അതായത് നെല്ല്, പുല്ല്, എല്ലാ സാധനവും മാൻ തിന്ന് നശിപ്പിച്ച് ഞങ്ങൾക്കൊരു കൃഷി എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇടുക്കി വാളാടി എസ്റ്റേറ്റിൽ മേയാൻ വിട്ട ആടിനെ പുലി പിടിച്ചു. സുബ്രഹ്മണ്യൻ എന്ന ആളുടെ ആടിനെയാണ് പുലി ആക്രമിച്ചു കൊന്നത്. പ്രദേശത്ത് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചു. സുബിൻ തോമസ് ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, ഈ മേയാൻ വിട്ട ആടിനെ പുലി പിടിച്ചു, പുലിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിവരങ്ങൾ എന്താണ്? പുലി എന്നൊരു സ്ഥിരീകരണമാണ് വനംവകുപ്പ് നൽകുന്നത്. ഈ കാൽപ്പാടുകളടക്കം പരിശോധിച്ച ശേഷമാണ് പുലി എന്നൊരു നിഗമനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. അതേസമയം ഈ മേഖല കേന്ദ്രീകരിച്ച് കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ പരുന്തുപാറ മേഖലയിലെ കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഏകദേശം ഇതിനോട് ചുറ്റപ്പെട്ട ഒരു പ്രദേശം തന്നെയാണ്. കിലോമീറ്ററുകൾ മാത്രം വ്യത്യാസമുള്ള ഒരു പ്രദേശമാണ് ഈ വാളാടി പ്രദേശം. അതുകൊണ്ട് തന്നെ ഈ കടുവയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് കടുവയാണ് ആ പ്രദേശത്ത് എത്തിയത് എന്നുള്ളൊരു സംശയവും നാട്ടുകാർക്കുണ്ട്. എന്നാലും വനംവകുപ്പ് അത് പുലി തന്നെ എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് രാവിലെയാണ്
ഇത്തരത്തിൽ ഈ ആടിനെ പുലി പിടിച്ച നിലയിൽ കാണുന്നത്. മേയാൻ വിട്ട ആടായിരുന്നു. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളുടെ ഏതാനും ആടുകൾ ഇത്തരത്തിൽ ഈ ഒരു തോട്ടമാണ്, അതായത് തേയിലത്തോട്ടമാണ്, ഈ തേയിലത്തോട്ടത്തിൽ അഴിച്ചുവിട്ടിരുന്നതാണ്. ഈ സമീപത്തെ പുൽമേടുകളിലാണ്, പുല്ല് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്താണ് ഈ ആടുകൾ ഉണ്ടായിരുന്നത്. ആ കൂട്ടത്തിൽ നിന്നാണ് ഒരു ആടിനെ ഈ ഒരു വന്യമൃഗം പിടിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഏകദേശ സ്ഥിരീകരണത്തിലേക്ക് എത്തി എന്നുള്ളത് കൊണ്ട് തന്നെ വനംവകുപ്പ് നിലയിൽ അവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമറ സ്ഥാപിച്ച നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി സുബിൻ. പുലിഭീതിയിൽ കൊല്ലം പത്തനാപുരം. കഴിഞ്ഞ ദിവസം കറവൂരിൽ പശുവിനെ കൊന്നത് പുലി തന്നെയെന്ന് പ്രദേശവാസികൾ. വാലതുണ്ട് സ്വദേശി ബിജുവിന്റെ രണ്ടാമത്തെ പശുവിനെയാണ് നഷ്ടപ്പെടുന്നത്. എം മനോജ് ചേരുന്ന വിവരങ്ങളുമായി. മനോജ്, രണ്ടാമത്തെ പശു എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ പല സമയത്തും ഈ പുലിയെ കണ്ടതായാണോ നാട്ടുകാർ പറയുന്നത്? പത്തനാപുരത്തെ പുലിഭീതി ഒഴിയുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കറവൂരിൽ പശുവിനെ വന്യമൃഗം ആക്രമിച്ചു കൊല്ലുന്നത്. അത് പുലി തന്നെയാണ് എന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ക്ഷീര കർഷകനായിട്ടുള്ള ബിജു ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ പശുവിനെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആക്രമിച്ചു കൊന്നിരിക്കുന്നത്. നേരത്തെയും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത് രണ്ടാമതാണ് ചാവുന്നത്. 4 പ്രാവശ്യം ഇവിടെ പുലി വന്ന് പിടിച്ചിട്ടുണ്ട് പശുക്കളെ. 2 പ്രാവശ്യം കിടാക്കളായിരുന്നു. അത് രക്ഷപ്പെട്ട് ആശുപത്രി കൊണ്ട് ചികിത്സിച്ച് രക്ഷപ്പെട്ടു. ഇതിനു മുമ്പ് ഒരെണ്ണത്തിനെ കടിച്ചു കൊന്ന് പകുതി ഭക്ഷിച്ച്. ഇപ്പോൾ ഇന്നലെ തിന്നില്ല, കടിച്ചു കറക്കുന്ന പശുവായിരുന്നു. 1.5 മാസം ആയതുകൊണ്ട് പ്രസവിച്ചിട്ട് അതിനെ ഇന്നലെ കഴുത്തിന് പിടിച്ച് കൊന്നത്. ഇത് പുലി തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പുണ്ടോ? അങ്ങനെയാണ്? ഉറപ്പുണ്ട്. പുലിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു CC ക്യാമറയിൽ പുലിയെ പതിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളെല്ലാം കാണുകയും ചെയ്തു. അതുകൊണ്ട് പുലി തന്നെയാണെന്ന്. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ ജനങ്ങളൊക്കെ ഇപ്പോൾ രാത്രിയൊക്കെ വെളിയിലിറങ്ങാൻ ഒരു പേടിയുണ്ട്. എല്ലാവർക്കും പേടിയാണ്. രാത്രി വെളിയിൽ ഇറങ്ങത്തില്ല. ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ടാ കിടക്കുന്നത് തന്നെ. വെളി ലൈറ്റ് ഇട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് കിടക്കുന്നത്. പിന്നെ കന്നാലി വയ്ക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ മുറ്റത്തിറങ്ങി ഇന്ന് ലൈറ്റ് എടുക്കുകയും ചെയ്യും. നിങ്ങളോട് ഒരു ഉപജീവന മാർഗ്ഗമാണ് ഈ കന്നുകാലികളെ വളർത്തുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഇനി? വലിയ ആശങ്കയാണ്. ആശങ്കയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കന്നാലിയൊക്കെ കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ എന്താണ് പറയുന്നത്? നമ്മൾ ഈ കാര്യം അവരുടെ മുന്നിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ കാര്യമൊക്കെ നിരന്തരം നമ്മൾ വിളിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? അവർ വിളിച്ച് പറയുമ്പോൾ അവരിവിടെ വരുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഇവിടെ പുലി വന്നിടത്ത് പടക്കമൊക്കെ പൊട്ടിച്ച് രാത്രി അവർ 10-11 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരെപ്പോൾ പോയെന്നറിയത്തില്ല. പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങനെ ആശങ്കയിൽ തന്നെ തുടരുകയാണ്. അവർ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഉണ്ട്, രാത്രിയിലെല്ലാം ഇവിടെ കറങ്ങുന്നുണ്ട്, പെട്രോളിംഗ് ഉണ്ടെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ആ ഒരു ധൈര്യത്തിലൊക്കെ നമ്മളിവിടെ കിടക്കുന്നത്. എന്തായാലും ആ ഒരു ഭീതി ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം ഇവിടെയുള്ള നാട്ടുകാർ കൂടെ ചേരുകയാണ്. എന്തായാലും പണ്ടൊന്നും ഇല്ലാത്ത സംഭവം എന്ന് പറയാൻ പറ്റുമോ? അതായത് മുമ്പ് ഇത്തരത്തിലൊരു ഈ ഒരു ഭീഷണി ഉണ്ടായിരുന്നോ വന്യമൃഗങ്ങൾ? കഴിഞ്ഞ ഏകദേശം ഒരു വർഷമാണ് ഏറ്റവും ഭീകരാവസ്ഥയിലേക്ക് നമ്മൾ വന്യജീവി നാട്ടിലിറങ്ങി തുടങ്ങിയിട്ടുള്ളത്. പല സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. പ്രധാനമായിട്ട് ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ ഒരു പെരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. പണ്ടത്തിന് പെരുകുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ആനയായാലും പിന്നെ കാട്ടുപോത്തായാലും അതുപോലെ തന്നെ പന്നിയാണെങ്കിലും ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി ശല്യം ചെയ്യുന്ന തരത്തിലേക്കാണ്. ഇപ്പോൾ ഇതൊരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖല ജനങ്ങൾ ജീവിക്കുന്ന കൃഷി കൊണ്ട് മാത്രമായിരുന്നു. ഇപ്പോൾ ഒരു കൃഷിയും ആൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. അത് ആന ശല്യമായാലും പന്നിയായാലും കുരങ്ങായാലും മയിലായാലും അതുപോലെ തന്നെ പിന്നെ ബ്ലാവായാലും ഇത്തരത്തിലുള്ള എല്ലാ വന്യജീവികളും ഇപ്പോൾ നാട്ടിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ അവർ കൃഷി ഉപയോഗിച്ച് പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകെ ബദലായി കണ്ടുപിടിച്ചത് ഈ ക്ഷീര കർഷക രംഗത്തേക്ക് തിരിക്കുക എന്നുള്ളതാണ്. ആ ക്ഷീര കർഷകരെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തം നേരിടുന്നത്. അവരുടെ പശുക്കളെ പുലി പിടിച്ചുകൊണ്ട് പോകുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഇതിൽ പുലിപ്പയുടെ പ്രശ്നം വെച്ചാൽ ആനയും പുലി ഇതെല്ലാം ഉള്ളപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്ക് രാവിലെ തോട്ടം തൊഴിലാളിക്ക് തോട്ടത്തിൽ പോകാൻ കഴിയുന്നില്ല, തോട്ടം ടാപ്പിങ്ങിന് പോകാൻ പറ്റി കഴിയുന്നില്ല, കൃഷി സ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് രാവിലെ സ്കൂളുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വലിയ ഭീകരമായ അവസ്ഥ നിൽക്കുകയാണ്. ഒന്ന്, സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ പ്രധാനമായിട്ടുണ്ടാകുകയും ഇത് കിടങ്ങുൾപ്പെടെ തീരുമാനിക്കുകയും കൂട് വെക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ കഴിയത്തുള്ളൂ. അക്കാര്യത്തിൽ ഇവിടുത്തെ MP അടക്കമുള്ള ആളുകളുടെ ഒരു പങ്ക് യാതൊരു തരത്തിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം കൂടെ ഈ നാട്ടിൽ നിൽക്കുന്നുണ്ട്. തീർച്ചയായും ജനപ്രതിനിധികളായിട്ടുള്ളവരൊന്നും ഈ കാര്യത്തിൽ കൂടുതൽ ഗൗരവമായി ഇടപെടുന്നില്ല എന്നുള്ളൊരു പരാതിയും കൂടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും ഈ നാട്ടിൽ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ വലിയ ഭയമാണ് എല്ലാവർക്കും ഭയമാണ്. ഇവിടെ മൊത്തവും കൃഷിക്കാരാണല്ലോ മൊത്തത്തിലുള്ളത്. ആ കർഷകർ കൃഷിയിടങ്ങളിലുള്ള പരിപാടി നിർത്തിവെച്ചു. ഇപ്പോൾ അതിനുശേഷമായി ക്ഷീര കർഷകരായിട്ട് മാറുന്നത്. നമ്മുടെ സംഘത്തിലെ ഏറ്റവും കൂടുതൽ പാല് അളക്കുന്ന ആളാണ് ഈ ബിജു. ആ ബിജുവിനാണ് ഇപ്പം 2-3 പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കറക്കുന്ന ഒരു പശുവിൻ്റെ ആണ് ഈ പിടിച്ചിരിക്കുന്നത്. അതിന് എന്താണെന്ന് വെച്ചാൽ വേണ്ട കൈകാര്യം ചെയ്യണമെന്നാണ് പറയാനുള്ളത്.
തീർച്ചയായും ഈ ഒരു പ്രദേശത്ത്, അതായത് മാസങ്ങൾക്ക് മുൻപാണ് കെണി വെച്ച് ഒരു പുലിയെ പിടികൂടിയിട്ടുള്ളത്. അതിനുശേഷവും ഇത്തരത്തിൽ പുലി ഭീതി അങ്ങനെ തുടരുകയാണ്. ഇനിയും കൂടുതൽ പുലികൾ ഉണ്ടോ എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം ഉള്ളത്. എന്തായാലും വനംവകുപ്പ് വേണ്ട നടപടി സ്വീകരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ പുലിയുണ്ടെങ്കിൽ അതിനെ പിടികൂടണമെന്നും ഈ സമാധാനത്തോടു കൂടി ഇവിടെയുള്ള നാട്ടുകാർക്ക് ജീവിക്കാൻ സാധിക്കണമെന്നുള്ള ആവശ്യമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നത്. മനോജിന്റെ റിപ്പോർട്ടായിരുന്നു. അതേസമയം കണ്ണൂർ കീഴ്പള്ളി ചതിരൂരിൽ വളർത്തുനായയെ വന്യജീവി പിടിച്ചുകൊണ്ടുപോയതായി സംശയം. ചതിരൂർ ചുണ്ടൻ തടത്തിൽ ബിനോയിയുടെ വളർത്തുനായയാണ് പിടിച്ചുകൊണ്ടുപോയത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. വീടിന് പുറത്ത് കെട്ടിയിട്ടിരുന്ന ലാബ്രഡോർ ഇനത്തിൽപ്പെട്ട നായയാണ് വന്യജീവി കൊണ്ടുപോയത്. രാത്രിയിൽ നായയുടെ കരച്ചിൽ കേട്ടതായി വീട്ടുകാർ പറയുന്നു. നായയെ കെട്ടിയിരുന്നതിന് പരിസരത്തായി വന്യജീവിയുടേത് എന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങളായി പ്രദേശത്ത് കടുവ ശല്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തൃശൂർ മാളയിൽ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടെ SFI KSU സംഘർഷം. 10ലധികം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളുമായി പോയ ആംബുലൻസിന് നേരെയും ആക്രമണമുണ്ടായി. KSU ജില്ലാ പ്രസിഡന്റ് അടക്കം സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് CPM പ്രവർത്തകരാണ് ആക്രമിച്ചത്. പരിക്കേറ്റവരെ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചെന്നും പരാതിയുണ്ട്. സംഘർഷത്തെ തുടർന്ന് കലോത്സവം നിർത്തിവച്ചു. ഇന്നലെ രാത്രിയിലാണ് സംഭവങ്ങളുടെ തുടക്കം. ജഡ്ജ്മെന്റ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന്റെ കാരണം. മത്സരാർത്ഥികളും സംഘാടകരും തമ്മിൽ തുടങ്ങിയ സംഘടനം വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. സംഘർഷം പിന്നീട് SFI KSU എന്ന നിലയിലേക്ക് മാറി. കമ്പിവടിയും കല്ലുകളും കസേരകളും ഉപയോഗിച്ച് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത്. സംഘടനം കടുത്തതോടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശി. പരിക്കേറ്റ വിദ്യാർത്ഥികളെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിന് ശേഷം KSU ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റ KSU പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്ന ആംബുലൻസിന് നേരെയും ആക്രമണമുണ്ടായി. കാറിലെത്തിയ സംഘം കമ്പിവടി ഉപയോഗിച്ച് ആംബുലൻസിൽ കുത്തുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. DYFI SFI പ്രവർത്തകരാണ് ആംബുലൻസ് ആക്രമിച്ചതെന്നാണ് KSUവിന്റെ ആരോപണം. സംഭവത്തിൽ ഇരുകൂട്ടരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജനം, തൃശൂർ. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. വീഡിയോയും ചോദ്യപേപ്പറും ഹാജരാക്കാൻ തിങ്കളാഴ്ച വരെ സമയം ഹൈക്കോടതി നൽകി. അതുവരെ അറസ്റ്റ് തടഞ്ഞ് ഇടക്കാല ഉത്തരവ് തുടരും. ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ കൊലക്കേസിൽ പ്രതിക്ക് മോചനം സാധ്യമാകുന്നു. കേസിലെ പ്രതി ഷെറിന് ശിക്ഷ ഇളവ് നൽകാൻ തീരുമാനം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇളവ് നൽകാനുള്ള ശുപാർശ അംഗീകരിച്ചത്. 2009 ഷെറിൻ ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തിയത്. ഷെറിനും ആൺസുഹൃത്തും ചേർന്നാണ് അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാർണവരെ കൊലപ്പെടുത്തിയത്. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഇനി ഗവർണർ കൂടി അംഗീകരിച്ചാൽ ഷെറിന് ഉടൻ പുറത്തിറങ്ങാം. നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കും. സമൂഹ മാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന കേസിലാണ് നടപടി. പ്രമുഖ നടിയുടെ പരാതിയിൽ എളമക്കര പോലീസ് കേസെടുത്തിരുന്നു. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, എന്താണ് വിവരങ്ങൾ? വീണ, തുടർച്ചയായി സനൽകുമാർ ശശിധരൻ നടിയെ അപമാനിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇട്ടുവരികയായിരുന്നു. നേരത്തെ 2022 സമാനമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ സനൽകുമാർ ശശിധരനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജാമ്യത്തിൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകുകയായിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തന്നെ ആവർത്തിക്കില്ല, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം അപമാനിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഇടില്ല എന്ന് മാധ്യമങ്ങളോട് അടക്കം വന്ന് സനൽകുമാർ ശശിധരൻ വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടിക്കെതിരെ രൂക്ഷമായ വാക്ചയിൽ ചില അപമാന പരാമർശങ്ങൾ നടത്തി. മാത്രമല്ല, നടിയുടേത് എന്ന പേരിൽ ചില ശബ്ദ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. നടിയുടെ ശബ്ദവുമായി യാതൊരു സാമ്യമില്ലാത്ത ശബ്ദങ്ങളായിരുന്നു ഇത്തരത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നത്. തനിക്ക് താൻ പ്രണയാഭ്യർത്ഥന നടത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിരന്തരമായി തന്നെ നടിയെ മോശമായി സമൂഹ മധ്യത്തിൽ മോശമായി അവഹേളിക്കുന്ന രീതിയിലായിരുന്നു ഈ പരാമർശങ്ങൾ. തുടർന്നാണ് പോലീസ് വീണ്ടും എളമക്കര പോലീസ് വീണ്ടും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ചാണ് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന
ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതി ഇപ്പോൾ അമേരിക്കയിലായതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ കൂടി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാൻ ആലോചിക്കുന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, സമൂഹ മാധ്യമത്തിൽ ഇട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ കൂടി പോലീസ് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി ജിജേഷ്. 100-നരികെ ISR. ISROയുടെ 100ാം വിക്ഷേപണം നാളെ നടക്കും. രാവിലെ 6:23 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണം. ഗതിനിർണ്ണയ ഉപഗ്രഹമായ NVS-2വിനെ GSLV F-15 റോക്കറ്റിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. പരാജയങ്ങൾ ഓരോന്നും വിജയത്തിന്റെ ചവിട്ടുപടിയാക്കി ലോകത്തിന് മാതൃകയായ ചരിത്രമാണ് ISROയുടേത്. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ വിജയക്കുതിപ്പിന്റെ നാൾവഴികളിലൂടെ. മഹാവിജയങ്ങളുടെ ജൈത്രയാത്രയാണ് ISROയുടെ വിക്ഷേപണ ചരിത്രം. 1979 ഓഗസ്റ്റ് 10-നാണ് സ്പേസ് ലോഞ്ച് വെഹിക്കിൾ 3E1 വിക്ഷേപിക്കുന്നത്. വിജയിക്കാതിരുന്ന ആദ്യ പരീക്ഷണത്തിൽ നിന്നും നിരവധി പാഠങ്ങൾ ISRO ഉൾക്കൊണ്ടു. 1980 ജൂലൈ 18-ന് SLV 3E2 രോഹിണി 1 ഉപഗ്രഹത്തെയും വഹിച്ചുകൊണ്ട് കൃത്യമായി ലക്ഷ്യത്തിലെത്തി. 1981-ലും 83-ലും SLV 3 വിക്ഷേപണങ്ങൾ നടന്നു. രോഹിണി D1, D2 എന്നീ സാറ്റലൈറ്റുകളെ യഥാക്രമം ഭ്രമണപഥത്തിൽ എത്തിച്ചു. പിന്നീട് ഓഗ്മെന്റഡ് സ്പേസ് ലോഞ്ച് വെഹിക്കിളായിരുന്നു മൂന്നാമത്തെ വിക്ഷേപണം. ASLV 1, D2 എന്നീ വിക്ഷേപണങ്ങൾ 87, 88-ലുമായി നടന്നു. രണ്ടും പരാജയപ്പെട്ടെങ്കിലും 92-ൽ VD3 SROSSC ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 93-ലാണ് ആദ്യ പോളാർ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ D1 വിക്ഷേപിക്കുന്നത്. വിക്ഷേപണം പരാജയപ്പെട്ടുവെങ്കിലും മഹത്തരമായ അനുഭവമായി ISROയ്ക്ക് അത് മാറി. 94-ൽ ഓഗ്മെന്റഡ് സ്പേസ് വെഹിക്കിൾ D4 വിക്ഷേപിക്കപ്പെട്ടു. SROSS C2 ഉപഗ്രഹത്തെയാണ് വിക്ഷേപിച്ചത്. 94-ൽ PSLV D2, 96-ൽ PSLV D3യും വിക്ഷേപിക്കപ്പെട്ടു. 97-ൽ PSLV C1, PSLV C2 എന്നീ റോക്കറ്റുകൾ, IRS-1D, IRS-P4 എന്നീ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റുകൾ ബഹിരാകാശത്ത് എത്തിച്ചു. 2001-ലാണ് GSLV D1 അഥവാ ജിയോസിൻക്രണസ് സ്പേസ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിക്കപ്പെടുന്നത്. GSAT ഉപഗ്രഹം കൃത്യമായി GSLV D1 ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2001 ഒക്ടോബറിലാണ് PSLV C3 വിക്ഷേപിക്കപ്പെട്ടത്. 2002 സെപ്റ്റംബറിൽ PSLV C4 കൽപ്പന 1 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2003 മെയ് 8-ൽ GSLV GSAT-2 ഉപഗ്രഹവുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചു. 2003-ൽ തന്നെ PSLV C5 വിക്ഷേപണവും നടന്നു. IRS-P6 റിസോർട്ട് സ്റ്റാറ്റ് എന്നിവ പോളാർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2004-ലാണ് എഡ്യൂസാറ്റ് GSAT-3 വിക്ഷേപിക്കപ്പെട്ടത്. 100ാം വിക്ഷേപണമായ GSLV F-15 റോക്കറ്റിന്റെ ആദ്യഘട്ടമായിരുന്നു അത്. 2005 മെയ്യിൽ കാർട്ടോസാറ്റുമായി PSLV ബഹിരാകാശത്തെത്തി. അടുത്ത വിക്ഷേപണം 2006 ജൂലൈ മാസത്തിലായിരുന്നു. ഇൻസാറ്റ് 4C ഉപഗ്രഹവുമായി GSLV F-02 വിക്ഷേപിക്കപ്പെട്ടു. 2007-ൽ കാർട്ടോസാറ്റ് 2 സാറ്റലൈറ്റ് റീഎൻട്രി എക്സ്പെരിമെന്റ് 1 എന്നീ ഉപഗ്രഹങ്ങളെ PSLV C7 ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇക്കൂട്ടത്തിലെ SRE-1 ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിലും വിജയിച്ചു. 2 വിക്ഷേപണങ്ങൾ കൂടി 2007-ൽ നടന്നു. PSLV C8, GSLV F-04 എന്നിവയായിരുന്നു അവ. GSLV F-04 ഇൻസാറ്റ് 4C 6 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2008 ജനുവരിയിലും ഏപ്രിലും ഒക്ടോബറിലും PSLV വിക്ഷേപണങ്ങൾ നടന്നു. PSLV 9 കാർട്ടോസാറ്റിന്റെയും IMS-1 സാറ്റലൈറ്റുകളെയും ഭ്രമണപഥത്തിൽ എത്തിച്ചപ്പോൾ 2008 ഒക്ടോബർ 22-ന് നടന്ന PSLV വിക്ഷേപണം ആദ്യ ചന്ദ്രയാൻ ദൗത്യവുമായിരുന്നു. ചന്ദ്രനിൽ ഭാരതത്തിന്റെ പതാക പ്രദർശിപ്പിച്ച ദൗത്യം വിജയമായി. 2009-ൽ PSLV C12 റീസാറ്റ് 2 ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. 2009 സെപ്റ്റംബറിൽ PSLV C14 റോക്കറ്റാണ് ഓഷ്യൻസാറ്റ് 2 ഭ്രമണപഥത്തിൽ എത്തിച്ചത്. പരാജയപ്പെട്ടെങ്കിലും 2010 ഏപ്രിൽ 15-ന് നടന്ന GSLV Mark 2 വിക്ഷേപണം അനുഭവങ്ങളുടെ സാഗരമാണ് ISROയ്ക്ക് ഉറപ്പാക്കിയത്. 2010 ജൂലൈയിൽ കാർട്ടോസാറ്റ് ബിയുമായി PSLV CA വിക്ഷേപണം നടന്നു. 2010-നും 15-നും ഇടയിൽ 16 പോളാർ സ്പേസ് ലോഞ്ച് വെഹിക്കിളുകളാണ് വിക്ഷേപിക്കപ്പെട്ടത്. 4 GSLV വിക്ഷേപണങ്ങളും നടന്നു. GSAT സാറ്റലൈറ്റുകൾ സരൾ, റിസാറ്റ്, IRNSS ഉൾപ്പെടെ ഇതിൽപ്പെടും. 25-ാം PSLV ദൗത്യമായിരുന്നു PSLV XL മാർസ് ഓർബിറ്റർ മിഷൻ. 2016-ൽ നടന്ന 9 വിക്ഷേപണങ്ങളിൽ 6 പോളാർ സ്പേസ് ലോഞ്ച് വാഹനങ്ങളും ഒരു ബഹിരാകാശ വാഹനമായ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളുമായിരുന്നു. സ്ക്രാംജെറ്റ് എഞ്ചിൻ അഥവാ സൂപ്പർസോണിക് എഞ്ചിനുമായിരുന്നു 2017-ൽ നടന്ന 5 വിക്ഷേപണങ്ങളിൽ 3 2018-ൽ 7 വിക്ഷേപണങ്ങൾ നടന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ജൂലൈ 5-ന് പരീക്ഷിച്ച ക്രൂ എസ്കേപ്പ് സിസ്റ്റം.
4 PSLV വിക്ഷേപണവും 2 GSLV വിക്ഷേപണവും 2018 നടന്നു. 2019 ജൂലൈ 22 രണ്ടാം ചന്ദ്രയാൻ ദൗത്യം ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 റോക്കറ്റിൽ നടന്നു. 6 ദൗത്യങ്ങളാണ് ആ വർഷം മാത്രം നടന്നത്. 2020 മുതൽ 24 വരെ സുപ്രധാനമായ 21 വിക്ഷേപണങ്ങൾ നടന്നു. ജൂലൈ 14, 2023 ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ വിക്ഷേപിക്കപ്പെട്ടു. ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങി. സൂര്യപര്യവേക്ഷണ ദൗത്യമായ ആദിത്യ L1 2023 സെപ്റ്റംബർ 2 PSLV XL റോക്കറ്റിൽ യാത്ര തിരിച്ചു. 12 ദൗത്യങ്ങളാണ് 4 വർഷത്തിനിടെ മാത്രം യാഥാർത്ഥ്യമായത്. ISROയുടെ ചരിത്രത്തിലെ തന്നെ വൻ വിജയങ്ങൾ 2024 ഡിസംബർ 30 നടന്ന PSLV വിക്ഷേപണമാണ്. ഭാരതത്തിൻ്റെ മറ്റൊരു ബഹിരാകാശ വിജയഗാഥ വിളിച്ചോതിയതായിരുന്നു ആ പരീക്ഷണം. സ്പേസ് ഡോക്കിംഗ് സാധ്യമാക്കിയ വിക്ഷേപണമായിരുന്നു PSLV C60. ഈ 4 വർഷത്തിനിടെ 3 LVM-3 വിക്ഷേപണങ്ങളും 2 SSLV ദൗത്യങ്ങളും പൂർത്തിയാക്കി. 99 വിക്ഷേപണ ദൗത്യങ്ങൾ പൂർത്തിയാക്കി 100ലേക്ക് കടക്കുകയാണ് ISRO. അഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ. ക്രയോജനിക് സാങ്കേതികവിദ്യയും ഖര-ദ്രാവക പ്രൊപ്പൽഷൻ കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നതിലും ISRO വിജയിച്ചു. ആധുനിക ടെലിമെട്രി സംവിധാനങ്ങളിലും മികച്ച നേട്ടം കൈവരിക്കാൻ ഭാരതത്തിനായി. വിജയങ്ങളുടെ ദീർഘയാത്രയാണ് ആദ്യ ലോഞ്ച് മുതൽ ISRO കയ്യെത്തിപ്പിടിച്ചിരിക്കുന്നത്. നടിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി. നോട്ടീസ് നൽകി മാത്രമേ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാവൂ എന്ന് ഹൈക്കോടതി പോലീസിന് നിർദ്ദേശം നൽകി. കേസ് പരിഗണിക്കവേ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്തിട്ടില്ല എന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചു, അധിക്ഷേപ പരാമർശങ്ങൾ നടത്താൻ ആൾക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നടി രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടക്കുകയാണ്. നടിയുടെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്ത പശ്ചാത്തലത്തിലാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.